ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് കോഓപ്പറേഷൻ. നിങ്ങൾക്കറിയാം, ഈ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിന്റെ ബിഗിനിങ് ടു എൻഡ് പല പല മൊഡ്യൂളുകളായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുക്കും ചുറ്റിയുമായിട്ട് ആ കോഓപ്പറേഷൻ നന്നായി മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ഇതിനു മുമ്പ് 3 വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഓപ്പറേഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതോടൊപ്പം തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. രണ്ടാമത്തെ വീഡിയോയിൽ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ടായ എക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നാണ്. അത് കഴിഞ്ഞു മൂന്നാമത്തെ വീഡിയോയിൽ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്നത്തെ ടോപ്പിക്കിൽ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യം ഏതാണ് എന്നാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കാണണം. ഇവിടെ ഈ ഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതാണ്. നമുക്കറിയാം, 1870കളിൽ ഇന്ത്യയിലെ കർഷകർ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഫെയർ പ്രൈസ് കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ മിഡിൽ മെന്റെ എക്സ്പ്ലോയിറ്റേഷൻ വളരെ കൂടുതലായിരുന്നു എന്ന് അവർക്കൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലാകമാനം കർഷകർ സമരം ആരംഭിക്കാൻ തുടങ്ങി. ആ സമരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു 1874 ഡെക്കാൻ ട്രയൽസ്. ഈ 1874 ഡെക്കാൻ ട്രയൽസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂവർ കണ്ടീഷൻസ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റിന്റെ വളരെ പരിതാപകരമായ കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡെക്കാൻ ട്രയൽസ് ആരംഭിച്ചത്. അതിനുശേഷം 1875 പൂനെ, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ റൈഡിൽ നമ്മൾ വിളിക്കുന്ന പേര് അഗ്രേറിയൻ റൈഡ്സ് എന്നാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 റൈഡ്സുകളാണ് ഡെക്കാൻ റൈഡ്സ് 1874ലെയും 1875 അഗ്രേറിയൻ റൈഡ്സ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സമരത്തെ ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് പാസാക്കി. 1879 ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് പാസാക്കി. തുടർന്ന് 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും 1884 അഗ്രികൾച്ചർ ലോൺ ആക്ടും പാസാക്കി. അപ്പൊ 2 ആക്ടും കൂടി വീണ്ടും പാസാക്കി. 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും 1884 അഗ്രികൾച്ചർ ലോൺ ആക്ടും. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് തക്കാവി ലോൺസ്. അപ്പൊ തക്കാവി ലോൺസ് ഏതൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചാൽ, ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883, അഗ്രികൾച്ചർ ലോൺ ആക്ട് 1884. ഇത് രണ്ടും കൂടെ ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേര് തക്കാവി ലോൺസ് എന്നാണ്. ഇത് റെക്കമെൻഡ് ചെയ്തത് BP പട്ടേലാണ്. തക്കാവി ലോൺസ് റെക്കമെൻഡ് ചെയ്തത് BP പട്ടേലാണ്. ഇതിന് ലോൺ അഡ്വാൻസ് ചെയ്തത് ഗവൺമെന്റ് ആണ്. അങ്ങനെ തക്കാവി ലോൺസ് വന്നു. എന്നിട്ടും കർഷകരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് വെൻലോക്ക 1892 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഫ്രെഡറിക് നിക്കോൾസിനെ വിളിച്ചിട്ട് കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പര്യടനം നടത്തി ഇതിനെക്കുറിച്ച് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അങ്ങനെ 1892 ലോർഡ് വെൻലോക്ക ഫ്രെഡറിക് നിക്കോൾസന ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ ഇദ്ദേഹം നേരെ പോയത് ജർമ്മനിയിലാണ്. അദ്ദേഹം ജർമ്മനിയിൽ ചെന്നു. അദ്ദേഹം അവിടെ ചെന്ന് റൈഫീസിനെ കണ്ടു. അങ്ങനെ റൈഫീസിനെ കണ്ട് ജർമ്മനിയിലെ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, വളരെ കറക്റ്റായിട്ട് പഠിച്ചു. അതിനുശേഷം 1895 അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തു. ഫൈൻഡ് റൈഫീസൺ എന്ന് പറയുന്ന ആമുഖത്തോടുകൂടി ആദ്യത്തെ റിപ്പോർട്ടും 1897 രണ്ടാമത്തെ റിപ്പോർട്ടും അദ്ദേഹം സമർപ്പിച്ചു. അങ്ങനെ ഫ്രെഡറിക് നിക്കോൾസൺ തന്റെ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. 1895 1897 നിക്കോൾസന്റെ റിപ്പോർട്ട് റിസീവ് ചെയ്തത് 1899. ഈ സമയത്താണ് 1901 ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത്. ഈ ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൂറൽ അഗ്രികൾച്ചറൽ ബാങ്ക്സ് ത്രൂ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ്. ആ ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയില് കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ഊന്നൽ നൽകുകയും അഗ്രികൾച്ചറൽ ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചും അതിനകത്ത് പരാമർശിച്ചിരുന്നു. അതേസമയമാണ് ഡൂപ്പർ നിക്സിന്റെ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. അതിനകത്ത് ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഫ്രെഡറിക് നിക്കോൾസന്റെ റിപ്പോർട്ട് 1901 ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട്
അത് കഴിഞ്ഞു ഡൂപ്പർ നിക്സിന്റെ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ഇതിനകത്തെല്ലാം കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഊന്നൽ നൽകിയിരുന്നു. അതിന് ഈ സമയത്താണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ശ്രദ്ധയിൽപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു നിയമസംഹിത രൂപീകരിക്കുന്നതിന് വേണ്ടി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ എഡ്വേർഡ് ലോയെ ചെയർമാനാക്കിക്കൊണ്ട് നിക്കോൾസനെയും ഡൂപ്പർ നിക്സിനെയും മെമ്പേഴ്സ് ആക്കിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. ഈ കമ്മിറ്റി ഒരു ഡ്രാഫ്റ്റ് സ്കീം പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് 25/3/1904 ഈ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഒരു ആക്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ട ഇന്ത്യയിൽ ഒരു ആക്ട് നിലവിൽ വന്നു. ആക്ട് നമ്മൾ വിളിക്കുന്ന പേര് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നാണ്. അങ്ങനെ ആക്ടിന്റെ പേര് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നാണ്. ഈ ആക്ട് ബേസ് ചെയ്തേക്കുന്ന ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 ആണ്. അപ്പൊ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896ന്റെ ബേസില് ഇന്ത്യയില് 1904 കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ആക്ട് ഫോം ചെയ്തു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്നാണ്. ഇത് കോപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളിലെ ആദ്യത്തെ ലെജിസ്ലേഷനാണ് ഇന്ത്യയിൽ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഫെഡറിക് നിക്കോൾസന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്ത്യൻ കോഓപ്പറേഷന്റെ പിതാവായിട്ടാണ് നമ്മൾ ഫെഡറിക് നിക്കോൾസനെ കണക്കാക്കുന്നത്. ദ ഫെഡറിക് നിക്കോൾസൺ വാസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോഓപ്പറേഷൻ. ഇന്ത്യൻ കോഓപ്പറേഷന്റെ പിതാവായിട്ടാണ് ഫെഡറിക് നിക്കോൾസനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇതായിരുന്നു ശരിക്കും നമ്മൾ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 സംബന്ധിച്ചിടത്തോളം എന്താണ് ആക്ടിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യയിൽ ആദ്യത്തെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷനാണ്. ഇതിന് ആക്ട് 10 ഓഫ് 1904 എന്നാണ് വിളിക്കുന്നത്. ആക്ട് 10 ഓഫ് 1904 എന്നാണ് വിളിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896ന്റെ ബേസിലാണ്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896ന്റെ ബേസിലാണ്. അപ്പൊ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബൈലയാണ്. ഇങ്ങനെ ഫോം ചെയ്തേക്കുന്ന ഈ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഫോം ചെയ്യാൻ മിനിമം 10 മെമ്പേഴ്സ് മതി. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ മിനിമം 10 മെമ്പേഴ്സ് മതി. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന്റെ ഒരു സവിശേഷതയാണ്. ഇന്ത്യയിൽ ഫോം ചെയ്ത ആദ്യത്തെ ആക്ടില് ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമേ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് സൊസൈറ്റി വെയർ ഫോംഡ് ആൻഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു റൂറൽ ആൻഡ് അർബൻ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിന്റെ ബേസിൽ ഇതിനെ റൂറൽ എന്നും അർബൻ എന്നും എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അതിലുപരി 5/4 മെമ്പേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റിയുടെ 4/5 ഓഫ് ദ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണമെന്നൊരു കണ്ടീഷനും വെച്ചു. അപ്പൊ റൂറൽ സൊസൈറ്റി ആണെങ്കിൽ അതിന്റെ 5/4 മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ 25% കുറയാതെ റിസർവിലേക്ക് അർബൻ സൊസൈറ്റി മാറ്റിവെക്കണം. അതും ഇതിന്റെ ഒരു സവിശേഷതയാണ്. അത് മറന്നു പോകരുത്. അർബൻ സൊസൈറ്റി ആണെങ്കിൽ അതിന്റെ നെറ്റ് പ്രോഫിറ്റിന്റെ 25% റിസർവിലേക്ക് മാറ്റിവെക്കണം. ഇതിന്റെ അക്കൌണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ സൊസൈറ്റിയെ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, ഇൻകം ടാക്സ് എന്നിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കുന്നു, എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആക്ടിന് 29 സെക്ഷൻസ് ആണുള്ളത്. അപ്പൊ 10 മെമ്പേഴ്സ് മതി ഇത് ഫോം ചെയ്യാൻ. ഈ സൊസൈറ്റിയെ നമ്മൾ റൂറൽ എന്നും അർബൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റൂറൽ സൊസൈറ്റി ആണെങ്കിൽ 5/4 മെമ്പേഴ്സ് അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. അർബൻ സൊസൈറ്റി ആണെങ്കിൽ 25% കുറയാതെ നെറ്റ് പ്രോഫിറ്റ് റിസർവിലേക്ക് മാറ്റിവെച്ചിരിക്കണം. ഇതിന്റെ അക്കൌണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത് രജിസ്ട്രാർ ആണ്. ഇതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ്, ഇൻകം ടാക്സ് അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിന് 29 സെക്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്.
അപ്പൊ ഇങ്ങനെയുള്ള ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ആക്ട് ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേര് ഡെവിസിൽ ഇബാർട്സൺ എന്നാണ്. അപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 കമ്പൈൽ ചെയ്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഡെവിസിൽ ഇബാർട്സൺ ആണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്ത 1904 ആക്ട് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറെ ഇയറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1870-കളിൽ സമരം ആരംഭിച്ചു. 1874 ഡെക്കാൻ റൈറ്റ്സ്, 1875 അഗ്രേറിയൻ റൈറ്റ്സ്, അതോടൊപ്പം തന്നെ ഡെക്കാൻ റിലീഫ് ആക്ട് എന്ന് പറയുന്ന 1879, ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883, അഗ്രികൾച്ചർ ലോൺ ആക്ട് 1884, അതോടൊപ്പം തന്നെ ഫെഡറിക് നിക്കോൾസന് പഠിക്കാൻ വേണ്ടി വിട്ടത് 1892, അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചത് 1895-97 കാലഘട്ടത്തില്, ഫാമിംഗ് കമ്മീഷൻ വന്നത് 1901, അതോടൊപ്പം തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തത് 1904. അപ്പൊ ഇത്രയും ഇയറുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് ഒരു കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് വീണ്ടും ഒരു ആക്ട് ഉണ്ട് 1912. ആ ആക്ടിനെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കേസ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്.